അയ്യോ ഇവിടെ ഒരുത്തുണ്ടായിരുന്നില്ല, അവനെന്തേ അതേ കയറി പോണു. എടാ വേട്ടാവളിയാ, ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാടാ. ഡേ മോനെ, അവൻ അവിടെ മുകളിൽ വേറെ എവിടെയോ കമ്പോസ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു. എവിടെയാണ്? ഈ കമ്പോസ്റ്ററൊക്കെയാണ് ഈ തിണ്ടി വന്ന് എടുത്തേക്കുന്നത്. എൻ്റെ പൊന്നു മോനെ, ഞാൻ അത് പോയി പൊട്ടിക്കാം. ഓനോ മഴ സോംബി എല്ലാവനും പണിയാണ്, അവന് പണിയാണ്. ഓനോ ഓക്കെ, ലക്ലി ഇവിടെ ഒരു ബെഡും ഉണ്ട്. ഈ മണ്ടൻ ഇവിടെ നിന്ന്. ഓക്കെ, നന്നായി. ഇനിവൻ ഏത് ഇതാ എടുത്തേക്കുന്നേ? ഓ, ഞാൻ കമ്പോസ്റ്റർ. എൻ്റെ പൊന്നെ, എടാ നീ നാട്ടിലുള്ള എല്ലാതും എടുക്കും, ഞാൻ വെച്ചത് മാത്രം നിനക്ക് എടുക്കാൻ പറ്റൂലേ? ഇതിലില്ലേ, എവിടേക്ക് പോയോ? എടാ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിന്റെ ആരാ ഇരിക്കുന്നത്? ഇറങ്ങട പന്നി അവിടുന്ന്. എൻ്റെ നമ്മൾ ഒരു ബ്രീഡർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഗേസ്. ആ ബ്രീഡർ ആരോ ഗ്രീഫ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം നശിപ്പിച്ച് ഞാൻ കാണിച്ചുതരാം. നമ്മൾ അയൺ ഫാമിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചതാണ്. അതുകൊണ്ടാണ് അവന്മാരപ്പം ഒന്ന് യൂസ് ചെയ്യാണ്ടിരുന്നത്. നിറഞ്ഞു കിടക്കുകയെന്ന്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഷ്ടംപോലെ വില്ലേജേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ അതിൽ ബ്രീഡ് ചെയ്യാനായിട്ടുള്ള വില്ലേജേഴ്സ് പോലും ഇല്ല. മൊത്തം കൊണ്ടുപോയി. ഡീസ്പോണായി പോയതല്ല. ഡീസ്പോണായി പോവുകയാണെങ്കിൽ ബെഡ് അടക്കം ഡീസ്പോൺ ആകൂലല്ലോ. ബെഡ് വരെ പൊട്ടിച്ചോണ്ട് പോയി. എന്താ ചെയ്യാ? ആര് നമുക്ക് പണി തന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്തായാലും അവനെ പിടിച്ചിരിക്കും. അവനെ കണ്ടുപിടിക്കും നമ്മൾ എല്ലാം. പിന്നെ ഞാനൊരു വിധത്തില് ഇത് ഇവരെപ്പം ഞാൻ അവിടെ നിന്ന് കിട്ടിയത് എന്തോ ലക്കിൽ ഈ 2 എണ്ണം ഇത് മൊത്തം ഗ്രീഫ് ചെയ്ത് പോയെന്ന് വിചാരിച്ച. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഈ 2 എണ്ണം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതെന്തായാലും നന്നായി. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയനെ. ഇല്ലെങ്കിൽ പിന്നെ വില്ലേജ് വേറെ ഏതെങ്കിലും വില്ലേജ് കണ്ടുപിടിക്കേണ്ടി വന്നേനെ. ലക്കിലി ഇങ്ങനെ ഒരു സംഭവം 2 പേര് ഇവിടെ ഉണ്ടായത് നന്നായി. കറക്റ്റായിട്ട് ഇവനെയും കൂടി ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അയ്യോ അതിൻ്റെ മുകളിലെത്തി. എന്നാലും കുഴപ്പമില്ല. ഇനിയൊരു കമ്പോസ്റ്റർ എടുത്തിട്ട് ഇവിടെയും കൂടി വെച്ച് കൊടുത്തിട്ട് ഇവനെ നൈസായിട്ട് ഓക്കെ ചാടി അങ്ങോട്ട് ചാടി. വേട്ടാവളിയാ, ഇവനെന്തരടെ ഇത് ജോബ് എടുക്കാത്ത? കുഞ്ഞുമോനെ പണിയെടുക്ക്. തുറന്നിരിക്കുകയാണിത്, പണിയെടുക്കടാ. പതുക്കെ എടുത്തോളും കേസ്. എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇത് ഇവിടെ എന്താ പറയുക, 5 ബെഡ് ഉണ്ടായിരുന്നു. ആ ബെഡ് ആരോണ്ട് എടുത്തോണ്ട് പോയി. നോക്കണ്ട, ഇനിയിപ്പോൾ പുതിയ ബെഡ് ഉണ്ടാക്കാൻ ആ ഊളെടുക്കാം നമുക്ക്. ഇവിടെ വന്ന ഷീപ്പിനെ കാണാനായിട്ടില്ല. ഇവിടെ ഞാൻ എന്തെങ്കിലും ആരെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടാവോ നോക്കട്ടെ. ഇവിടെ ഒഴിച്ച വെള്ളം വരെ എടുത്തോണ്ട് പോയി കേസ്. ഇവിടെ 2 ബക്കറ്റ് വെള്ളം വരെ എടുത്തോണ്ട് പോയി. ആരുടെ അവൻ? പിന്നെ എൻ്റെ ഇത് ഇൻഫിനിറ്റി ലാവയ്ക്ക് വേണ്ടിയുള്ള അത് എടുത്തോണ്ട് പോയല്ല മീൻസ് അത് നശിപ്പിച്ച്. പിന്നെ ഇവിടെ ഒരു ലാവാ പൂൾ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ വന്നപ്പോൾ ആ ലാവാ പൂൾ കണ്ടുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നത്. ആ ലാവാ പൂളാണ് ഈ കാണുന്നത്. എവിടെ? അയ്യോ ഇതും പോയാ? അതെ, അത് മൊത്തം വെള്ളം വെച്ച് ഒബ്സിഡിയൻ ആക്കി ചെയ്തു. എന്നിട്ട് ഇവിടെ ഫുള്ള് ലാൻഡാക്കി. അത് ഞാൻ ചെയ്തെന്ന് അറിയില്ല. ചിലപ്പോൾ ഈ ഫാം റെഡി ആക്കുമ്പോൾ ആരുടെയും കൈ കൊണ്ട് അബദ്ധവശാൽ പറ്റിയതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ല അതും അവനാണ് ചെയ്തെന്നുണ്ടെങ്കിൽ എന്തോ പോലത്തിന് അവൻ കോൾഡ്രിനുള്ളത് കൊണ്ട് ആ ഒരു ലാവ അവന് കളയാൻ പറ്റിയില്ല. സോ നമുക്ക് വീണ്ടും ആ ഒബ്സിഡിയൻ പൊട്ടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ലാവ വീണ്ടും എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. റെക്കോർഡാവുന്നുണ്ടല്ലോ അല്ലേ? മറന്നിട്ടില്ലല്ലോ ഒന്നും. ഓക്കെ അപ്പോൾ നമ്മുടെ ഇൻഫിനിറ്റി ലാവ എഗെയിൻ വീണ്ടും റെഡി ആയിട്ടുണ്ട്. ആരൊക്കെ തളർത്താൻ നോക്കിയാലും ഈ ബണ്ണി തളരത്തില്ല. അയ്യോ ഇവിടുത്തെ ഡ്രിപ്പ് സ്റ്റോൺ ഉണ്ട്. ഇത് കൂടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ്. അപ്പം എല്ലാം പഴയതുപോലെ ആക്കിയിട്ടുണ്ട്. ഇവന്മാരിവിടെ കൊണ്ടെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ബെഡും കൂടി വെച്ച് കഴിഞ്ഞാൽ അതും റീസ്റ്റാർട്ട് ആയിക്കണം. പിന്നെ ഈ ലാവല്ലേ, അത് ഞാനങ്ങ് ഫോട്ടോ നിൽക്കും. മെയിനായിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ ഫോർച്യൂൺ അണ്ണൻ ഇവിടെ ആയിട്ട് ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഡോണ്ട് ഹിറ്റ് വില്ലേജർ വൈ യു വാണ്ട് ടു. പുറത്ത് എഴുതി വെച്ചാൽ എന്താ വെച്ചാൽ മെൻഡിങ് വില്ലേജർ, അതായത് എല്ലാവർക്കും വന്ന് യൂസ് ചെയ്യാവുന്ന ഒരു മെൻഡിങ് വില്ലേജറിനെ അളിയന് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവനെയും കാണാനില്ല. 2 വില്ലേജേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ. 2 വില്ലേജേഴ്സിനെയും കൊന്നു. അവന് വില്ലേജേഴ്സിനോട് വല്ല ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു.
നമ്മൾ അയൺ ഫാമൊക്കെ റെഡിയാക്കാൻ ഞാൻ ഗോഡന് എന്താ പറയുക ലൊക്കേഷനും കാണിച്ചു കൊടുത്തു ഒക്കെ. അവിടെ നീ ഇത് സെറ്റ് ആയിക്കോന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ എന്താ പറയുക ഹോപ്പർ ഇല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചതാ പണി കുറച്ച് നേരത്തേക്ക്. അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു. ഇത് ഇവിടെ ആയിട്ടൊരു അയൺ ഫാമും കൂടി ഉണ്ടാക്കാനുള്ള സ്പേസ് റെഡി ആക്കിയിട്ടുണ്ട്. ഒരു കുഴി കുത്തി വെച്ചിട്ടുണ്ട് തൽക്കാലത്തിന്. ഇവിടെ ഒരു എന്താ ബോട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ എന്താ പറയുക സെറ്റാക്കാന്ന് പറഞ്ഞിരുന്നതാ. ആ ഒരു നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൽ ഫുൾ വില്ലേജേഴ്സ് നിറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അതിനെ മൊത്തം കൊന്നടാവൻ. എന്ത് കാര്യത്തിലടാ? അയ്യോ എന്ത് കാര്യത്തിന്. സോ അറിയാലോ, ബണ്ണി ടെക്കീസാണ്, മൈൻക്രാഫ്റ്റ് തലവതിയാണ്. എന്തൊക്കെ ചെയ്താലും തളർത്താൻ പറ്റൂല. മൊത്തം വില്ലേജേഴ്സും പോയി. ഓൾറെഡി ഈ സംഭവം ഗ്രീഫഡ് ആയിരുന്നു ഇങ്ങോട്ട് വന്ന സമയത്ത്. ഈ എന്താ പറയുക വില്ലേജ് ഞാൻ വന്നപ്പോൾ അത് ശാന്തമായൊരു വില്ലേജ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പലരും എന്താ പറയുക ഇങ്ങോട്ട് വന്നിട്ട് ഇത് മൊത്തം ഗ്രീഫ് ചെയ്ത് പോയതാണ്. അപ്പം നമ്മുടെ എഫ് ഗെയിമിങ് എന്താ പറയുക 2 വില്ലേജേഴ്സിനെ എന്താ പറയുക എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, 3 എണ്ണത്തിനെ. അങ്ങനെ ആ 2 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത് സെറ്റാക്കിയത്, ബ്രീഡർ സെറ്റാക്കിയത്. ഇപ്പം നോക്കുമ്പോൾ അതിനകത്ത് ഒന്നുമില്ല. ആ 2 വില്ലേജേഴ്സെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര ഇതുണ്ടാവില്ലായിരുന്നു. ഞാൻ എന്നിട്ട് ചുമ്മാ ഫ്രീ ഇട്ടിട്ട് നടന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. അത് കണ്ടപ്പോൾ ഹാപ്പി ആയി. ഇല്ലെങ്കിൽ അതും ഇല്ലായിരുന്നെങ്കിൽ പെട്ടുപോയാലും നമ്മൾ. കാരണം ഇനി തൊട്ടടുത്തായിട്ട് വില്ലേജ് ഒന്നും നമ്മൾ സ്പോട്ട് ചെയ്തിട്ടില്ല. എവിടുത്തെ ഈ ഒരു സ്പോട്ട് വിട്ട് പോകേണ്ടി വരുമോ എന്ന് വരെ ചിന്തിച്ച്. കാര്യം എന്താ വെച്ചാൽ അവിടെ നിന്ന് വില്ലേജറിനെ കണ്ട് കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് വില്ലേജ് ഉള്ള സ്ഥലത്തേക്ക് നമ്മുടെ താമസം മാറ്റണമായിരിക്കും. എൻ്റെ ബേസിൻ്റെ ഒരു സിറ്റുവേഷൻ ചിന്തിച്ച് നോക്ക്. ഇത്രയും സെറ്റാക്കിയ ബേസ് ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. കാര്യം എന്താ, മൈൻക്രാഫ്റ്റ് തലവതി തളരത്തില്ല. ഞാൻ കണ്ടുപിടിച്ചു വില്ലേജേഴ്സിനെ. എന്നിട്ട് എൻ്റെ ബ്രീഡർ പഴയതുപോലെ ആക്കി. ഇനിയൊരു ലാവാ പൂൾ അത് ഞാൻ പോട്ടം വെക്കും. ആ ഇൻഫിനിറ്റ് ലാവ എന്ന് വീണ്ടും ഞാൻ ലാവാ പൂൾ ഉണ്ടാക്കി വയ്ക്കും അവിടെ. ഓക്കെ, ആൻഡ് ഇനി നോക്ക്. ഇവിടുത്തെ ഒരു വീട്ടിലുണ്ടായിരുന്നല്ല ഒരിത് ബെഡ്. ഇവിടെ ഇല്ല, താഴത്തേലാണ്. താഴത്തൊരിതിൽ എന്താ പറയുക ബെഡ് ഉണ്ടായിരുന്നു. അയ്യോ, അത് ഞാൻ പൊട്ടിച്ചുകൊണ്ട് പോയാ. അതെവിടെയിരുന്നു? സെറ്റാക്കി വെച്ചു. ഇനി 2 ബെഡ് ബാക്കി ഉണ്ടാവും. ഇല്ലേ, 2 ബെഡ് ഇല്ലേ? അത് ശരി, അപ്പോൾ കറക്റ്റായിരുന്നു. ഇവിടെ 3 എണ്ണം ഉണ്ടായിരുന്നില്ല. ഇല്ലേ, 3 ബെഡ്. ഉണ്ട്. ബഗ്ഗാണ്. മറ്റേ എൻ്റെ മോഡ്സിൻ്റെ ബഗ്ഗാണിത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇത് വർക്കായതാണ്. ഇനി ഞാൻ ഉമ്മാർക്കൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി AFK നിന്നിട്ടുണ്ടെങ്കിൽ എന്താവും, ഇത് മൊത്തം സെറ്റ് ആയിക്കോളും. അപ്പോൾ എൻ്റെ ലാവ ഇൻഫിനിറ്റ് ലാവയും റെഡി ആയിക്കോളും. ആൻഡ് ഇത് കമ്മ്യൂണിറ്റി ഹൗസ്, ഗില്ലി ബ്രദേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ഹൗസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ബേസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാക്കാം. ഇത് കമ്മ്യൂണിറ്റി ഹൗസ്. ഇവിടെ ആയിരിക്കും ഞാൻ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ കൊമ്പത്തുണ്ടാവും ഞാൻ. ഗില്ലി ബ്രദേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ഹൗസിൻ്റെ കൊമ്പത്ത് ഞാനുണ്ടാവും. അപ്പുറത്തെ കൊമ്പത്ത് വേറെ ആർക്കെങ്കിലൊക്കെ വന്നിരിക്കുക. മിക്കവാറും എഫ് ഗെയിമിംഗ് ആയിരിക്കും അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇനി മൈനിങ്ങിന് പോകണം. കുറച്ച് അയൺ സെറ്റാക്കണം. എന്നിട്ട് കുറച്ച് ഹോപ്പർ വേണം. ഹോപ്പർ ഉണ്ടെങ്കിലാണ് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക, ഫാം റെഡിയാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ല, ഹോപ്പർ വേണ്ടല്ല ഫാം റെഡിയാക്കാനായിട്ട്. ഫാം സ്റ്റാർട്ട് ആക്കിയതിന് ശേഷം പതുക്കെ നമുക്ക് ഹോപ്പർ വെച്ചാൽ പറയാം. അങ്ങനെ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അയൺ ഫാം ഞാൻ തന്നെ റെഡിയാക്കാം. സോ ഒരു 3 വില്ലേജേഴ്സിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 ബെഡ് വയ്ക്കുന്ന അവന്മാരെ കൊണ്ടുവന്ന് നിർത്തുന്നു, സോമിനെ കൊണ്ടുവന്നിരുത്തുന്നു, ഫിനിഷ്. എന്നിട്ട് ഇതിന് ചുറ്റും ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമും വെള്ളവും ലാവയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് റെഡി. എന്നിട്ട് അവന്മാരെ കൊന്ന് കിട്ടുന്ന അയൺ വെച്ചിട്ട് ആ 3 ഹോപ്പർ അവിടെ വെക്കുന്നു. അയൺ ഫാം കംപ്ലീറ്റ്. എൻ്റെ ഒരു ബുദ്ധി അപാരം തന്നെ. മൈൻക്രാഫ്റ്റ് തലപതിയിടാ. പിന്നെ എന്തിനാണ് ഞാൻ മൈൻക്രാഫ്റ്റ് തലപതിയായിട്ട് ഇരിക്കുന്നത് ഇവിടെ? ഇത് പൊട്ടിക്കരുത്. പൊട്ടിച്ച് കഴിഞ്ഞാൽ അവൻ ഇറങ്ങി ഓടിപ്പോവും. ഭ്രാന്തനാണവൻ, വെറും ഭ്രാന്തൻ. ഇവിടെ ഇങ്ങനെ വരിക, ഇതിങ്ങനെ ഞെക്കി പിടിച്ചാൽ മതി. ഇൻഫിനിറ്റ് ആയിട്ട് നമുക്ക് മറ്റേ സ്നോ ബോൾ കിട്ടിക്കോളും. എന്നിട്ട് ഈ സ്നോ ബോൾ വെച്ചിട്ട് ഇവനെ തന്നെ എടുത്തെറിയാം. ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ അവൻ്റെ സ്നോ ബോൾ വെച്ചിട്ട് അവനെ തന്നെ എടുത്തെറിയാം. ഈസി ഗെയിം. എന്നാ പിടി, പണിയെടുക്ക്. അതന്നെ. നിങ്ങളായ നിങ്ങളുടെ പ്രൈവസി ആയി, ഞാൻ മാറുന്നോളാം. ഓക്കെ, ഇവിടെ പേര് എഴുതി വെച്ചോട്ടെ. എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഓക്കെ, പൊട്ടിക്കല്ലേടാ മക്കളെ, ആരും നശിപ്പിക്കല്ലേടാ. അവന്മാര് പണി തുടങ്ങി.
അവന്മാരും സമാധാനത്തിരിക്കട്ടെ, ഞാനും സമാധാനത്തിരിക്കട്ടെ. ഞങ്ങൾ ഗില്ലി ബ്രദേഴ്സ് സമാധാനപ്രിയരാണ്. പക്ഷെ ഇടയാനാണ് ഭാവമെങ്കിൽ നമ്മൾ കളി തുടങ്ങും. അത്ര പ്രോ ഒന്നുമില്ല, ഞാൻ പ്രോ അല്ല. പക്ഷെ എൻ്റെ കൂടെയുള്ളവർ പ്രോയാണ്, അവർ കില്ലാടികളാണ്. അവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. അവർക്ക് ഞാൻ എന്താ പറയുക, ചെയ്യേണ്ട രീതി പറഞ്ഞു കൊടുക്കും. അവർ വന്ന് നിങ്ങളെ കൊല്ലും. അറിയൂ റിയൽ നോ ഡ്യൂപ്ലിക്കേറ്റ്. കണ്ട അവൻ ശരിക്കും വിശ്വസിക്കും. എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇറക്കാനും മാത്രം ഉണ്ടാ. എന്നെ അറിയൂ റിയൽ അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്കൊക്കെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാവോ? എൻ്റെ പേരും പണ്ട് ഫേക്കോ? അതിന് മാത്രമൊക്കെ ഉണ്ടാ ഞാൻ. അയ്യോ. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ആൻഡ് ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ. ഗില്ലി ബ്രദേഴ്സ് ടഫാണ് ഗൈസ്, അത് മറക്കണ്ട, ടഫാണ്. ഓക്കെ, അപ്പം ടാറ്റ ബൈ ബൈ.